ജോലി ചെയ്ത് മടുത്തു നമ്മുടെ ഹീറോ ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ഒരു മെസ്സേജ് അവന്റെ ഫോണിലേക്ക് അയക്കുന്നു. തൊട്ടപ്പുറം ഈ ഒരു പെൺകുട്ടി വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിന് താല്പര്യമില്ലാതെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറുന്നു. ഈ സമയം ഹീറോ അയച്ച മെസ്സേജ് ആ പെൺകുട്ടിയുടെ ഫോണിൽ വന്നു. ആ പെൺകുട്ടി അവളുടെ ഫോണിൽ നിന്നും അവൾക്ക് തന്നെ മെസ്സേജ് വന്നത് കണ്ട് അന്തം വിട്ട് അതിലേക്ക് തിരിച്ചൊരു മെസ്സേജ് അയച്ചു. തന്റെ നമ്പറിൽ നിന്നും തനിക്ക് തന്നെ ഒരു മെസ്സേജ് വന്നത് കണ്ട് ഹീറോയും ആകെ അന്തം വിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി കസ്റ്റമർ കെയറിൽ കോൾ ചെയ്യുന്നു. ഒരേ നമ്പർ രണ്ടാൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് അവൻ അവരോട് ദേഷ്യപ്പെട്ടതും അവരതിനൊട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംശയം തോന്നിയവൻ അന്ന് രാത്രി അവന്റെ നമ്പറിൽ കോൾ ചെയ്ത് ഹീറോയിനോട് നീ അന്ന് മെസ്സേജ് അയച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവളോട് നന്ദി പറഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് കാണാമെന്ന് പറയുന്നു. അവർ പറഞ്ഞ സ്ഥലത്ത് അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും കാത്തു നിൽക്കുന്നു. പക്ഷേ പരസ്പരം അവർക്ക് അവരെ കാണാൻ സാധിക്കാത്തത് കാരണം അവർ കോൾ ചെയ്തു നോക്കിയാൽ അവർ രണ്ടുപേരും ഉള്ളത് ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഒരു ഭാഗത്ത് ശക്തമായ വെയിലും മറുഭാഗത്ത് ശക്തമായ മഴയും വരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ അവരുടെ സംസാരത്തിനൊടുവിലാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു സത്യം മനസ്സിലാകുന്നത്. കാരണം ഹീറോയിൻ ഇപ്പോൾ 2014 നമ്മുടെ ഹീറോ ഉള്ളത് 2019